ഗവർണർക്കെതിരെ SFIയുടെ വ്യാപക പ്രതിഷേധം. പ്രവർത്തകർ കേരള സർവകലാശാലയിലേക്ക് തള്ളിക്കയറിയതോടെ പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചു. വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും സൂര്യഗായത്രി ചേരുന്നു. സൂര്യ, ഗവർണർക്കെതിരെ SFIയുടെ വ്യാപക പ്രതിഷേധം. ഗവർണർക്കെതിരെ പ്രതിഷേധം തുടരും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് SFI ഇപ്പോൾ ഈ സമരം അവസാനിപ്പിച്ചിരിക്കുന്നത്. മറ്റ് വിവരങ്ങൾ. വൃന്ദ, തികച്ചും നാടകീയമായ സംഭവമാണ് കേരള സർവകലാശാല ആസ്ഥാനത്ത് ഇന്ന് അരങ്ങേറിയത്. അതിശക്തമായിട്ടുള്ള പ്രതിഷേധം SFI പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്ന് പറയാൻ സാധിക്കും. തുടക്കം മുതൽ തന്നെ കേരള സർവകലാശാലയ്ക്ക് അകത്ത് കയറണം എന്നുള്ള ഉദ്ദേശത്തോട് തന്നെയാണ് പ്രവർത്തകർ സർവകലാശാലയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. പ്രധാന കവാടത്തിന് മുന്നിൽ നിന്ന പ്രവർത്തകർക്ക് നേരെ 3 തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. അധിക നേരം പ്രവർത്തകർ പുറത്തുനിന്ന് മുദ്രാവാക്യം വിളിക്കുകയോ പ്രതിഷേധിക്കുകയോ ചെയ്തില്ല. പ്രവർത്തകർ വന്ന ഉടൻ തന്നെ ബാരിക്കേഡ് മറികടന്ന് സർവകലാശാല ആസ്ഥാനത്തേക്ക് പോവുകയായിരുന്നു. തുടർന്ന് ഏത് വിധേനയും ഏത് രീതിക്കും സർവകലാശാലയ്ക്ക് അകത്ത് കയറുക എന്നുള്ളത് തന്നെയായിരുന്നു പ്രവർത്തകരുടെ ലക്ഷ്യം. തുടർന്ന് പ്രധാന വാതിലിൽ പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. പിന്നീട് ഏത് വഴിക്ക് അകത്തേക്ക് കടക്കും എന്നുള്ള ശ്രമമാണ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായത്. സമീപത്തെ ജനൽ വഴിയും സെനറ്റ് ഹാളിന്റെ പരിസരം വഴിയും ഈ മതിൽ ചാടിക്കടന്നുമൊക്കെ സർവകലാശാലയ്ക്ക് അകത്ത് കയറാനുള്ള പ്രവർത്തകരുടെ ശ്രമം പൂർണ്ണ വിജയമായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് പോലീസ് പ്രവർത്തകരെ അധികം തടയാനുള്ള ശ്രമം നടത്താതെ പ്രതിഷേധത്തിന് കാഴ്ചക്കാരായിട്ട് മാറി നിൽക്കുന്ന സാഹചര്യമാണ് സർവകലാശാല ആസ്ഥാനത്ത് SFI പ്രതിഷേധത്തിൽ ഇന്ന് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. പ്രതിഷേധത്തിൽ പോലീസിനേക്കാൾ അധികം പ്രവർത്തകർ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ പ്രവർത്തകർക്ക് മുഴുവൻ സർവകലാശാലയ്ക്കകത്ത് കയറാൻ അവസരം ലഭിച്ചു. മുഴുവൻ പ്രവർത്തകരും, അതായത് നേതൃനിരയിലുള്ള അംഗങ്ങൾ ഉൾപ്പെടെ എല്ലാ പ്രവർത്തകരും സർവകലാശാല സെനറ്റ് ഹാളിലെ ബാൽക്കണിയിലേക്ക് കയറുകയും VC മോഹൻ കുന്നുമലിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും ചെയ്തു എന്നുള്ളതാണ്. തുടർന്ന് SFI പ്രവർത്തകരുടെ പ്രതിഷേധം മുഴുവൻ സർവകലാശാല ആസ്ഥാനത്തിനകത്ത് ആയിരുന്നു എന്നുള്ളതാണ്. പിന്നീട് ഈ പ്രവർത്തകരെ ഓരോരുത്തരെയായിട്ടും നീക്കം ചെയ്യാൻ പോലീസ് ശ്രമകരമായിട്ടുള്ള ദൗത്യം നടത്തി എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇത്രത്തോളം പ്രവർത്തകരെ പോലീസിന് നീക്കം ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. അത് വലിയ സംഘർഷത്തിലേക്ക് കടന്നു. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായി, വാക്കേറ്റം ഉണ്ടായി. തുടർന്ന് കുറച്ച് പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് നീക്കം ചെയ്യാനുള്ള ശ്രമം നടത്തി. അത് വലിയ പ്രതിഷേധത്തിലേക്കും രോക്ഷത്തിലേക്കും കടന്നു എന്നുള്ളതാണ്. വൈസ് ചാൻസലർ മോഹൻ കുന്നുമലിനെ മാറ്റണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് SFI പ്രവർത്തകർ ശക്തമായിട്ടുള്ള പ്രതിഷേധ മാർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് ഉൾപ്പെടെയുള്ളവരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് നീക്കം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് സെക്രട്ടറിയുടെ നേതൃത്വത്തിലും ജില്ലാ നേതൃത്വത്തിലുമൊക്കെ വലിയ പ്രതിഷേധം സർവകലാശാലയ്ക്ക് അകത്ത് തന്നെ നടന്നു. മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധമാണ് കേരള സർവകലാശാല ആസ്ഥാനത്ത് നടന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ സർവകലാശാല ആസ്ഥാനത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. സംസ്ഥാനത്തെ സർവകലാശാലകളെ ചാൻസലർ കൂടിയായ ഗവർണർ കാവ്യവൽക്കരിക്കുന്നുവെന്ന് ആരോപിച്ചാണ് ഇടത് യുവജന വിദ്യാർത്ഥി സംഘടന കൂടിയായിട്ടുള്ള SFI വലിയ പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ടായിരുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും SFI പ്രവർത്തകരുടെ പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം നേർന്നുകൊണ്ടാണ് കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം പറഞ്ഞത് RSS തിട്ടൂരത്തിന് വഴങ്ങില്ലെന്നാണ്. കേരള സർവകലാശാല ആസ്ഥാനത്ത് നടക്കുന്ന SFI പ്രതിഷേധത്തിന് ഇടെയാണ് ഇത്തരത്തിൽ പ്രവർത്തകർക്ക് ഐക്യദാർഢ്യം നേർന്നുകൊണ്ട് MV ഗോവിന്ദൻ ഈ സ്ഥലത്ത് സർവകലാശാല ആസ്ഥാനത്ത് എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് പ്രവർത്തകരും പോലീസും തമ്മിൽ ഒരു അനുനയ ചർച്ച നടത്തിയാണ് പ്രവർത്തകർ എല്ലാവരും തന്നെ സർവകലാശാലയ്ക്ക് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഈ സമയത്താണ് CPM സംസ്ഥാന സെക്രട്ടറി സന്ദർശനം നടത്തിയതുമൊക്കെ തന്നെ. എന്തായാലും ചാൻസലർക്കെതിരെയും അതുപോലെ തന്നെ വൈസ് ചാൻസലർക്കെതിരെയും അതിശക്തമായിട്ടുള്ള പ്രതിഷേധം SFI ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്ത് നിന്ന് ഇനിയും ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രതിഷേധ മാർച്ച് അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. കേരള സർവകലാശാല രജിസ്ട്രാർക്കെതിരായ ഗവർണറുടെയും VCയുടെയും നടപടി അടക്കം ചോദ്യം ചെയ്തുകൊണ്ടാണ് SFI പ്രതിഷേധ മാർച്ച് നടത്തിയിട്ട് ഉണ്ടായിരുന്നത്. എന്തായാലും സർവകലാശാല കവാടം തള്ളി തുറന്ന് കതക് പൊളിച്ചാണ് ഈ SFI പ്രവർത്തകർ സെനറ്റ് ഹാളിനുള്ളിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നത്. അത്തരത്തിലുള്ള നാശനഷ്ടങ്ങളൊക്കെ ഈ സമരത്തിനിടയ്ക്ക് പ്രതിഷേധത്തിനിടയ്ക്ക് ഉണ്ടായി. ചേംബറിനടുത്ത് വരെ പ്രവർത്തകർ എത്തി. അതിൽ പോലീസിനെതിരെയും ഇക്കാര്യത്തിൽ വിമർശനം ഉയരുകയാണ്. സെനറ്റ് ഹാളിന്റെ പരിസരം വരെയും ഈ ചേംബർ വരെയും പ്രവർത്തകർക്ക് എല്ലാവർക്കും
സന്നാഹത്തെ വിന്യസിച്ചതിനിടയിൽ കൂടി പ്രവർത്തകർ എങ്ങനെയാണ് എത്തിയത് എന്നത് സംബന്ധിച്ചും വലിയ വിമർശനമൊക്കെ ഉയരുന്നുണ്ട്. എന്തായാലും സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ ശ്രമം നടത്തുന്ന വൈസ് ചാൻസലർമാരെല്ലാരെയും മാറ്റണമെന്നുള്ളൊരു ആവശ്യം സംസ്ഥാന വ്യാപകമായിട്ട് SFI ഉൾപ്പെടെയുള്ള ഇടത് വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. വരും ദിവസങ്ങളിലും അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ, വിമർശനങ്ങൾ SFIയുടെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് സമരം അവസാനിപ്പിച്ചത്. അതിന് പാർട്ടിയുടെ എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ടാണ് CPM സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരും രംഗത്തെത്തിയത്. തീർച്ചയായും ഗവർണർക്കെതിരെ SFIയുടെ വ്യാപക പ്രതിഷേധം പ്രവർത്തകർ കേരള സർവകലാശാലയിലേക്ക് തള്ളിക്കയറിയതോടെ പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചു. വരും ദിവസങ്ങളിലും ഗവർണർക്കെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം തുടരും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് SFI ഇന്നത്തെ ഈ പ്രതിഷേധം അവസാനിപ്പിച്ചത്. CPIയും സംഭവത്തിൽ കൂടുതൽ പിന്തുണയുമായി രംഗത്ത് എത്തിയിട്ടുണ്ട്. RSS തിട്ടൂരത്തിന് വഴങ്ങില്ല എന്ന് ME ഗോവിന്ദൻ മാസ്റ്റർ അടക്കം പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നു. അതോടൊപ്പം തന്നെ കോഴിക്കോടും കണ്ണൂരും സമാനമായ രീതിയിൽ SFIയുടെ വ്യാപക പ്രതിഷേധം സർവകലാശാലകളിലേക്ക് നടന്നു. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സൂര്യഗായത്രി.